കൂടിയാണ് എല്ലാവരും ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇടം തേടിയിരിക്കുന്നു. വി.ഡി. സതീശനും അതുപോലെ UDF സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണവർ. എത്രത്തോളം സന്തോഷമുള്ള ദിവസമാണ്? അതെ, വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. 15 വർഷത്തിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാണ് നമ്മുടെ UDFന്റെ ഗവൺമെന്റ്. വളരെയധികം സന്തോഷം, ഹാപ്പിയിലാണ്. അരുൺ, വലിയ തിക്കും തിരക്കുമാണ്. നല്ല തിരക്കാണല്ലേ? എന്നാലും ഭയങ്കര തിരക്കാ സാറേ, നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കര തിരക്ക്, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. 10 കൊല്ലമായിട്ട് ഞങ്ങൾ പുറത്തല്ലേ, അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. വളരെ സന്തോഷം. എന്നാലും കുഴപ്പമില്ല, കണ്ടിട്ടേ പോകും. എത്ര തിരക്കായാലും കണ്ടിട്ടേ പോകും. അരുൺ, വലിയ ജനക്കൂട്ടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ 10 വർഷത്തെ കാത്തിരിപ്പാണ് UDF പ്രവർത്തകർക്ക്. അതുകൊണ്ട് വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇങ്ങോട്ട് അരുണാട്ടനാണോ? ഓക്കെ, പ്രവർത്തകരുടെ ആവേശം ഇങ്ങനെ അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ തിരക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൃശ്യങ്ങളും ഫ്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശത്തോടു കൂടി പ്രവർത്തകർ അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ കാഴ്ചകൾ. ഏതാണ്ട് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരും. ഒപ്പം സ്റ്റേഡിയത്തിന് പുറത്തെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. ഇനി അവശേഷിക്കുന്നത് ഈ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരും ഒപ്പം തന്നെ അവിടേക്ക് എത്തിച്ചേരേണ്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരുണ്ട്. അവർ കൂടി അല്പസമയത്തുള്ളിൽ എത്തിച്ചേരും. മുതിർന്ന നേതാക്കളും അല്പസമയത്തുള്ളിൽ എത്തിച്ചേരും. ലീഗ് ഹൗസിൽ നിന്ന്, പാണക്കാട് ഹൗസിൽ നിന്ന് തങ്ങളടക്കമുള്ളവരും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാണക്കാട്ട് നിന്ന് PMA സലാം പ്രസംഗിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് പ്രവർത്തകർ ഗേറ്റിലൂടെ ശാന്തരായി തന്നെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകരാണുള്ളത്. ഇത്രയും പേർ ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നവർ ചെറുപുഴകൾ പോലെ ഒരു വലിയ സാഗരമാകാൻ എത്തിക്കൊണ്ടിരിക്കുന്ന UDF പ്രവർത്തകരെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മറ്റൊരു ഫ്രെയിമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മന്ത്രിയും ഒപ്പം തന്നെ പ്രവർത്തകരും വരുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കൊടുക്കാം. നോക്കൂ, കേരള കോൺഗ്രസ് നേതാക്കൾ ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ ഇവരൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ എത്തി തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഈ സ്റ്റേഡിയത്തിലേക്ക്, സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് അകലെ വെച്ച വാഹനം നിർത്തിയാണ് പല നേതാക്കളും നടന്നു വരുന്നത്. ഇത് സാധാരണ പ്രവർത്തകർക്ക് കടന്നു പോകാനുള്ള ഗേറ്റാണ്. നല്ല ചൂടുണ്ട്. രാവിലെ ഇപ്പോൾ റാഹീസ് ഉണ്ട്. റാഹീസ്, പുറത്തെ തിരക്ക് അവസാനിച്ചിട്ടില്ല. ഇനി ഏകദേശം 55 മിനിറ്റ് സമയമുണ്ട്. സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു എന്നാണോ മനസ്സിലാക്കുന്നത്? പ്രവർത്തകരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഈ ഗവൺമെന്റ് ഉണ്ടാകും. ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ഇപ്പോൾ ഒരു കടൽ നമ്മുടെ ആകാശക്കാഴ്ചയിൽ പ്രേക്ഷകർക്ക് കാണാം എത്രത്തോളം വലിയ തിരക്കാണ്. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പൂഴിയിട്ടാൽ താഴെ വീഴാത്ത വിധം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സദസ്സാണ് പ്രേക്ഷകർ കാണുന്നത്. അത്രമേൽ വലിയ സദസ്സ്. ജനകീയ സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനം അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഹീസ് നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. റഹീസ്, സ്റ്റേഡിയത്തിനുള്ളിലെ കാഴ്ചകളാണ്. വിവിധ ആംഗിളുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. വലിയ തിരക്കാണ്. ഇപ്പോഴും പ്രവർത്തകർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴയൊഴുകി വരുന്നത് പോലെ അല്ലേ? ഇത് അണമുറിയാത്ത ജനപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ റാഹീഷ്? അതാണ് അരുൺകുമാർ. ഇവിടെ നോക്കിയാൽ ഈ വിഷ്വൽ നോക്ക്. ഒരു എന്താ പറയുക, ഒരു സൂചി താഴെ വീണാൽ അത് താഴേക്ക് മുകളിൽ നിന്ന് വന്നാൽ താഴേക്ക് വീഴാത്ത, താഴെ വീഴില്ല, അത്രയ്ക്ക് ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഓരോ പാർട്ടിയുടെയും ഓരോ ആളുകൾ വരുന്നു. ഇപ്പോൾ ലീഗിൻ്റെയൊക്കെ പ്രതിനിധീകരിച്ച് എല്ലാവരും വരുന്നു. ഇപ്പോൾ നജ്മ തബ്ഷീറൊക്കെ എത്തിയിട്ടുണ്ട്. ഫാത്തിമ തഹലിയ ഒരു നേതാവ് എന്നതിനപ്പുറം ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെയാണ്. ലീഗിൻ്റെ ആദ്യ വനിതാ MLA കൂടി. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ കൂടി എത്തിയതായിരിക്കും. തീർച്ചയായും അതെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന മുഹൂർത്തം തന്നെയല്ലേ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും ഉണ്ട്. കൂടെ മുഫീദ ദസ്നി അടക്കം എല്ലാവരും കൂടെയുണ്ട്. ഇത് എന്ന് പറയുന്നത്, ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആണ്. അതുകൊണ്ട് ഇതൊരു ഔപചാരികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഇമോഷനാണ്.
അതാണ് ഈ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരേപോലെ തന്നെ മൊമെന്റാണ് ഇവിടെ. ഇപ്പോൾ കെ രാജനും GR അനിലും എത്തിയിരുന്നു. അവർ പാർട്ടി തീരുമാനമനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി എത്തിയതാണ്. അല്പസമയത്തിനകം ബിനോയ് വിശ്വം എത്തും. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അല്പസമയത്തിനകം എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ഇപ്പോൾ മന്ത്രിമാർ ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി എത്തിയത് കെ തുളസിയാണ്. കെ തുളസി അകത്തേക്ക് VK ശ്രീകണ്ഠന് ഒപ്പം അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് വന്നത് ക്യാബിനറ്റിലുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ആയ ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനും അകത്തേക്ക് കയറിപ്പോയി. മറ്റു മന്ത്രിമാർ, നിയുക്ത മന്ത്രിമാരോ മറ്റ് ക്യാബിനറ്റിലുള്ള മറ്റാരും എത്തിയിട്ടില്ല. VD സതീശൻ അല്പസമയം മുമ്പ് എയർപോർട്ടിലെത്തി. അദ്ദേഹം ഉടൻ ഇങ്ങോട്ടേക്ക് എത്തും. പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി വരാനുണ്ട്. അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ വരാനുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വരാനുണ്ട്. വലിയ ഒരു ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്റ്റേഡിയം.